വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഡാസ്ലറിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുണ്ട്. അത് അൺബോക്സ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡാസ്ലറിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇതിനകത്ത് 4 നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സും ഒരു പെൻ ഐലൈനറും ആണ് കേട്ടോ ഉള്ളത്. ഞാനിത് ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അതായത് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സും കാജലൊന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് ലൈവായിട്ട് അതിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ സ്വാച്ചിങ്ങും അതുപോലെ തന്നെ പെൻ ഐലൈനറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ സ്വാച്ചസും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ. ഇതെനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവണം. ഇതുപോലെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെ ബബിൾ റാപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സേഫ് ആയിട്ടുള്ള പാക്കേജിങ് തന്നെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 ഷെയ്ഡ്സും ലിപ്സ്റ്റിക് ഷെയ്ഡ്സും അതുപോലെ തന്നെ ഒരു പെൻ ഐലൈനറും ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഇതുപോലെ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സും ഒരു ഐലൈനറും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു കാർഡ് പോലെ ഉണ്ടായിരുന്നു. ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഓർഡർ 699 എബോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ കോഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് 50% ഓഫ് കിട്ടും എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്കിത് കിട്ടിയിരിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗിഫ്റ്റ് ഹാമ്പറായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡാസ്ലറിൻ്റെ 4 ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു ഒരു ഐലൈനറുമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. നല്ലൊരു പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഹാമ്പർ അവർ അയച്ചു തരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള 4 ഷെയ്ഡ്സ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ സ്വാച്ചസും അതിൻ്റെ റിവ്യൂസും ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരെണ്ണം പോലും ഇതിൽ നിന്ന് നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് ലൈവായിട്ട് ഞാൻ ഇത് പൊട്ടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അതേ നോക്കിക്കേ, ഇതുപോലെ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാം ഞാൻ തന്നെ ചൂസ് ചെയ്ത ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ്. അവർ കുറച്ച് അതിൻ്റെ ഒരു അവൈലബിൾ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ ഏകദേശം ഞാൻ ചൂസ് ചെയ്ത സമയത്ത് കുറേയൊക്കെ ഷെയ്ഡുകൾ എനിക്ക് ഒരുപോലെയാണ് തോന്നിയത്. അപ്പോൾ 2 ഷെയ്ഡ് ഞാൻ ഓർഡർ ചെയ്തതിൽ 2 എനിക്ക് ഏകദേശം ഒരു സെയിം കളർ പോലെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ സ്വാച്ചസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു റെഡ് പോലെ തോന്നും, പക്ഷേ റെഡ് അല്ല, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് DLC 012 എന്ന് പറയുന്നൊരു ഷെയ്ഡ് നമ്പറാണ്. റെസറ്റ് എന്നാണ് കേട്ടോ പേര്. 200 റുപ്പീസാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നിട്ട്. ഡാസ്ലറിൻ്റെ എല്ലാ ലിക്വിഡ് ലിപ്സ്റ്റിക്സും 200 തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ സ്വാച്ചസും കാര്യങ്ങളും നോക്കാം കേട്ടോ. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാണ്, നോൺ ട്രാൻസ്ഫറബിൾ ആണ്, ലൈറ്റ് വെയ്റ്റ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആൻഡ് സ്മഡ്ജ് ഫ്രീ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇതിൻ്റെ ഓൾറെഡി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ആ ഒരു ഷെയ്ഡില്ലേ, DLC 025 ഹേസൽനട്ട് കപ്പ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെയ്ഡ് എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഞാൻ ബാക്കി ഈ കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. ഞാനിത് ഡേ ലൈറ്റിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. ഇത് മറ്റേ ഷെയ്ഡിൻ്റെ അതേ സ്മെല്ലൊക്കെ തന്നെയാണ്. എന്തോ ഒരു ജലൂസിൽ പോലെയുള്ള ഒരു സ്മെല്ലാണ്. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ വരുമ്പോഴേക്കുള്ള ഒരു ഷെയ്ഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പം ഞാനിത് ഡേ ലൈറ്റിലും കൂടെ ഒന്ന് എൻ്റെ ലിപ്പിൽ തന്നെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ DLC 012 റെസറ്റ് എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത് ഞാൻ കറക്റ്റ് ഡേ ലൈറ്റിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വന്നിട്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ത് അടിപൊളി ഷെയ്ഡാണല്ലേ. എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ച് ആവും. ഇതിപ്പോൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ക് കറക്റ്റ് ഒറിജിനൽ ഷെയ്ഡ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഡ്രൈ ആകുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ച് ആവും. ഇപ്പോൾ ഡാർക്ക് ആയാലും ഫെയർ ആയാലും മീഡിയം സ്കിൻ ടോണുകാർക്ക് എല്ലാവർക്കും ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി ലിപ് ഷെയ്ഡാണ് കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇതാണ് കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് നോക്കാം. ഇത് DLC 019 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ നെയിം വന്നിട്ട് ബബിൾ ഗം എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, ന്യൂഡായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട്. കണ്ടോ, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നമുക്കിത് ചില കളേഴ്സിൻ്റെ കൂടെ മിക്സൊക്കെ ചെയ്യുമ്പോൾ അടിപൊളി കളർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഹൈലി പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ, നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ ഷെയ്ഡ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു കളർ പോലെ തോന്നും. കാരണം നമ്മളിതിപ്പോൾ ലിപ്പൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മൾ നല്ലൊരു ഡാർക്കായിട്ടുള്ള ലിപ്പ് ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. കണ്ടോ, അപ്പോൾ ഞാൻ ലിപ്പ് ലൈൻ ഇട്ടിട്ട് വന്നപ്പോൾ ആ ഒരു ഷെയ്ഡിന് വന്ന ചേഞ്ച് നോക്കി അടിപൊളിയായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡാർക്കായിട്ടുള്ള ലിപ് ഷെയ്ഡിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്യാണ്, ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല കളേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു ഡാർക്കായിട്ടുള്ള ലിപ് ലൈനർ യൂസ് ചെയ്താൽ മതി. കണ്ടോ, നല്ല ട്രാൻസ്ഫർ പ്രൂഫാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് കേട്ടോ. ഇതിൻ്റെ നെയിം DLC 018 ആണ്. ക്രേസി ക്രിംസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് നെയിമാണ്. ഇത് നമുക്ക് പൊടിച്ചൊന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഷെയ്ഡ്. ഇതും നമ്മുടെ ക്യാമറയിൽ കാണുമ്പോഴേക്കൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് എനിക്ക് പിങ്കും അല്ല, എന്തോ ഒരു ഡേ ലൈറ്റിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ എന്തായാലും ലിപ്പിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഇതുപോലൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും കൂടിയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അടിപൊളി ഷെയ്ഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല അടിപൊളി ഷെയ്ഡുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്, DLC 018 ക്രേസി ക്രിംസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാനിത് സെലക്ട് ചെയ്യാൻ നേരത്തെ ഇത്രയും ബ്രൈറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത് ഒരിക്കലും ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡല്ല. നമ്മുടെ മീഡിയം ടു ഫെയർ സ്കിൻ ടോണുകാർക്ക് അടിപൊളിയായിട്ട് മാച്ച് ആവും. ഇത്രയും ഒരു ബ്രൈറ്റ്നസ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. നല്ല ന്യൂട്രൽ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് കിട്ടും കേട്ടോ. പിന്നെ അവർ നമുക്ക് കളർ ചാർട്ട്, അതായത് ഈ ഷെയ്ഡിൻ്റെ ഒരു ചാർട്ട് കാണിക്കുന്ന സമയത്ത് ഏകദേശം എല്ലാം ഒരുപോലത്തെ ഒരു കളറൊക്കെ തന്നെയായിരുന്നു. വ്യത്യസ്തമായ കളറുകൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരെണ്ണം ഞാൻ നല്ലൊരു വാഷ് ഔട്ട് ആവുന്ന പോലെ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം എല്ലാം ഒരേ കളർ പോലെ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കാത്തത്. പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി മറ്റേ DLC 025ൻ്റെ ഷെയ്ഡ് ഉണ്ട്, അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഡാർക്ക് ബ്രൗണിലേക്കൊന്നും ഞാൻ പോയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു വാഷ് ഔട്ട് ആവുന്ന പോലെ ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ്. ഇത് നമുക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്രൗണിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ന്യൂഡ് ബ്രൗൺ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓംബ്രേ ലുക്കില്ലേ, നമ്മുടെ ലിപ്പിൻ്റെ ഔട്ടർ ഭാഗത്ത് നിന്ന് ഇന്നറിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ ലൈറ്റായി വരുന്ന ഒരു ഓംബ്രേ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. കാരണം നമ്മൾ ഔട്ടർ പോർഷനിൽ നല്ല ഡാർക്ക് ബ്രൗണും കൊടുത്തിട്ട് ഇന്നറിൽ നമ്മൾ ഇതുപോലത്തെ ന്യൂഡ് ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ലാതെ ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുണ്ടില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി കളർ ചൂസ് ചെയ്യാനായിട്ട് ഇത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വാച്ച് കാണാം കേട്ടോ. പിന്നെ ഇത് അത്രയ്ക്ക് വാഷ് ഔട്ട് ആവില്ല. നമ്മൾ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ലിപ് ലൈനറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാഷ് ഔട്ടൊന്നും ആവില്ല. എന്തായാലും ഞാനിത് ഡേ ലൈറ്റിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെയ്ഡ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട്. ഇതാണ് നമ്മുടെ DLC 028 കാരമൽ കേൾ എന്ന് പറയുന്ന ഷെയ്ഡ്. ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇപ്പോൾ ലിപ്പ് കാണുമ്പോൾ തന്നെ ലിപ്പ് നന്നായിട്ട് വാഷ് ഔട്ട് ആവുന്ന പോലത്തെ ഒരു അത്രയും ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഓംബ്രേ ഷെയ്ഡൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലൊരു ലിപ് ഷെയ്ഡാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഞാൻ DLC 025 ഹേസൽനട്ട് കപ്പ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് കിട്ടുന്നത് കണ്ടോ. ഇത് നമുക്ക് ഡെയിലി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കളറുകൾ ചൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഈ രണ്ട് ഷെയ്ഡും കൂടെ മാച്ച് ചെയ്തപ്പോൾ കണ്ടോ നല്ലൊരു ഡെയിലി വിയർ ആയിട്ടുള്ളൊരു ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്, ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അതേ നോക്കിക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ കളേഴ്സ് വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്ക് മേടിക്കുന്ന ടൈമിൽ ഇതുപോലത്തെ കുറച്ച് വാഷ് ഔട്ട് ആവുന്ന പോലത്തെ കളേഴ്സ്, അതായത് ഇതുപോലത്തെ ഷെയ്ഡുകൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ചില ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ കൂടെ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ എല്ലാ കളേഴ്സും ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ അവൈലബിൾ ആവണമെന്നില്ല. പക്ഷേ ഇതുപോലത്തെ 1-2 ഷെയ്ഡുകൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല ലൈറ്റ് ആയിട്ടുള്ള വാഷ് ഔട്ട് ആവുന്ന പോലത്തെ കളേഴ്സ് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അടിപൊളി ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ ആ ഒരു 05ൻ്റെ ആ ഒരു ഷെയ്ഡ് ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് അടിപൊളിയായിട്ട് നമുക്ക് വേറൊരു ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ 1-2 ഷെയ്ഡുകൾ ഇതിൻ്റെ പിങ്കും ഇതിപ്പോൾ ബ്രൗൺ ന്യൂഡാണ്. ഇതുപോലത്തെ നമ്മുടെ പിങ്കിൻ്റെ ആയാലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യുമ്പോഴേക്കും അടിപൊളി കളേഴ്സ് ക്രിയേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണിച്ച സ്ഥിതിക്ക് നമ്മുടെ DLC 025ൻ്റെ ഹേസൽനട്ട് കപ്പ ആ ഒരു ഷെയ്ഡും കൂടെ ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്, മിക്കപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതെ, ഇതാണ് കണ്ടോ. ഇത്രയും ഷെയ്ഡുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡാസ്ലറിൻ്റെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാട്ടർ പ്രൂഫ് ആണോ ഇല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഷെയ്ഡ് ഇപ്പോൾ കയ്യിലിട്ട് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ച ശേഷം നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് മാത്രമല്ല നല്ലോണം ട്രാൻസ്ഫർ പ്രൂഫും കൂടെയാണ്. ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അത് വരുന്നേ ഇല്ല, നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് റബ്ബ് ചെയ്തിട്ട് പോലും പോകുന്നില്ല. ഇപ്പം ഞാൻ ഓൾറെഡി കയ്യിലുണ്ടായിരുന്നത് ഞാൻ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് പോലും അത് കംപ്ലീറ്റ്ലി പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല ഫേമായിട്ട് നമ്മുടെ ലിപ്പിൽ ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല നല്ല ഡ്യൂറബിളും ആണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഹൈ ഡെഫിനിഷൻ ഐ ലൈനറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതുപോലൊരു ഐ ലൈനറാണ്. ഇതൊരു പെൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഐ ലൈനറാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ കാജൽ എന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇപ്പോൾ ഇതൊരു ഐ ലൈനറാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പെൻ ഐലൈനർ. ഇത് സ്മച്ച് ഫ്രീ ആൻഡ് വാട്ടർ പ്രൂഫ് എന്നൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇതിന് 200 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പെൻ ഐലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്, എഴുതാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വിങ് ഇടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്നൊരു സ്വാച്ച് ചെയ്ത് നോക്കാം. ഇതാണ്, കുറച്ച് വാട്ടറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ അത്യാവശ്യം നമുക്ക് കൺവീനിയൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഞാൻ ചെറിയൊരു വിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെൻ ഐലൈനർ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല കൺവീനിയൻ്റ് ആണ്. നല്ല ജെറ്റ് ബ്ലാക്കാണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ ഞാനത് ജസ്റ്റ് ഈ ഒരു ഐലൈനർ വെച്ചിട്ട് 2 കണ്ണിലും ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് സ്മച്ച് പ്രൂഫ് വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയാം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. പെൻ ഐലൈനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലിയും ആണ്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ബ്രാൻഡിൻ്റെ ഒരു പെൻ ഐലൈനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് 2-3 യൂസേജിന് നല്ലതാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഡ്രൈ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു നിബ്ബ് വന്നിട്ട് ഡ്രൈ ആയി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനി അങ്ങനെയാണോ എന്നറിയില്ല. എന്നാലും കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഈ ഒരു ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു 4 ഷെയ്ഡും പിന്നെ നമ്മുടെ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെൻ ഐലൈനറും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ബാക്കി 4 ഷെയ്ഡും പിന്നെ ഒരു പെൻ ഐലൈനറുമാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് എങ്ങനെ കിട്ടി, ഞാൻ എങ്ങനെയാണ് ഓർഡർ ചെയ്തത് എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കായാലും ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഇത് എനിക്ക് റിസീവ് ആയതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാച്ചസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ ഡേലൈറ്റിൽ കാണിച്ചിട്ടുണ്ട്, ലിപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.